തുടർച്ചയായ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ് മോദിയും BJPയും. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിച്ച് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. അതിനായി കളമൊരുക്കേണ്ടത് രണ്ട് കിങ് മേക്കർമാരും. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നതോടെ അധികാര കേന്ദ്രങ്ങൾ പ്രാദേശിക പാർട്ടികളിലേക്ക് ചുരുങ്ങുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെയാണ് കിങ് മേക്കർമാർ സൃഷ്ടിക്കപ്പെടുന്നത്. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും TDP നേതാവ് N ചന്ദ്രബാബു നായിഡുവും ശ്രദ്ധാകേന്ദ്രങ്ങളാകുന്നത് ഈ സാഹചര്യത്തിലാണ്. നിലവിൽ ഇരുവരും NDAയ്ക്കൊപ്പമാണ്. NDA നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം ഇന്ത്യ മുന്നണിക്ക് സർക്കാരുണ്ടാക്കാൻ നിതീഷിന്റെയും നായിഡുവിന്റെയും പിന്തുണ അനിവാര്യമാണ്. TDPക്ക് 16 MP-മാരും JDUവിന് 12 MP-മാരുമുണ്ട്. ഫലം വന്നയുടൻ നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു. 292 സീറ്റുകളാണ് NDAയ്ക്കുള്ളത്. ഇതിൽ 28 സീറ്റുകൾ JDU TDP സഖ്യകക്ഷികളുടേതാണ്. അതേസമയം ഇന്ത്യ ബ്ലോക്കിനുള്ളത് 234 സീറ്റുകൾ. JDU TDP സഖ്യത്തെ ഒപ്പം ചേർത്താൽ 262 സീറ്റിലേക്ക് ഉയരും. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളാണ് പിന്നീട് വേണ്ടിവരിക. സ്വതന്ത്രരെ അടക്കം ചേർത്ത് പിടിച്ചാൽ അധികാരത്തിലെത്താമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. എന്നാൽ നിതീഷിന്റെയും നായിഡുവിന്റെയും കളം മാറിക്കളിയാണ് ഇന്ത്യ സഖ്യത്തെ ആശങ്കയിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 തവണയാണ് നിതീഷ് കുമാർ പക്ഷം മാറി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത്. ഫെബ്രുവരിയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് BJPയിലേക്ക് പോയതാണ് അവസാനത്തെ മാറ്റം. NDAയുടെ ഭാഗമായിരുന്ന TDP 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യത്തിൽ നിന്ന് അകന്നു. പിന്നീട് 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും NDAയിൽ ചേരുകയായിരുന്നു. 1990കളിലെ സഖ്യകാലത്ത് HD ദേവഗൌഡയെയും IK ഗുജ്റാളിനെയും പ്രധാനമന്ത്രിമാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയിൽ നായിഡുവിന് എല്ലാ മുന്നണികളിലും സുഹൃത്തുക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.